ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയുടെ പറയുന്നത് മാരുതി വാഗണർ കെ സീരീസ് മോഡൽ വണ്ടിയാണ്. അപ്പോൾ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വലിക്കുന്നില്ല. അങ്ങനെ നമ്മൾ ബ്രേക്ക് ഡൗൺ എടുത്തുകൊണ്ട് വന്ന വണ്ടിയാണ്. അതായത് തീരെ വണ്ടിക്ക് വലിവില്ല, വണ്ടി ഉരുളുന്നേ ഇല്ല, ഗിയർ ഇട്ടിട്ട് വണ്ടി മൂവ് ആവുന്നില്ല. ഫസ്റ്റ് ഇട്ടാലും സെക്കൻഡ് ഇട്ടാലും ഏത് ഗിയർ ഇട്ടാലും റിവേഴ്സ് ഇട്ടാലും ഏതിട്ടാലും വണ്ടി മൂവ് ആവുന്നില്ല. അതായത് തീരെ വലിവില്ലാത്ത ഒരു അവസ്ഥ. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിന്റെ ശരിക്കുള്ള കാരണം ക്ലച്ച് ആണ്. നമ്മളിപ്പോ ഗിയർ ബോക്സ് അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ഇതിന്റെ ഗിയർ ബോക്സ് അഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കംപ്ലൈന്റും കാരണങ്ങളും നമുക്ക് നോക്കാം. നമ്മളിപ്പോ ഗിയർ ബോക്സ് അഴിച്ചു വെച്ചേക്കുന്നതാണ് കാണുന്നത്. ഇതാണ് ഇതിന്റെ ഫ്ലൈ വീൽ വരുന്നത്. അപ്പൊ ഇങ്ങോട്ട് നോക്കിയാൽ ക്ലച്ചിന്റെ പൊടിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പൈലറ്റ് ബെയറിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് പൈലറ്റ് ബെയറിംഗ് പോയിട്ടുണ്ട്. അപ്പോൾ ഈ പൈലറ്റ് ബെയറിംഗും കാര്യങ്ങളൊക്കെ നമുക്ക് മാറണം. ഇതിനകത്തെ ബോളും കാര്യങ്ങളൊക്കെ ഊരി വെളിയിൽ ക്ലച്ചിനുള്ളിൽ വീണിട്ട് ഉണ്ട്. അപ്പോൾ ക്ലച്ചിന്റെ അവസ്ഥ നമുക്കൊന്ന് നോക്കാം. ഗിയർ ബോക്സ് നമ്മൾ അഴിച്ചു വെച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ ഇതാണ് ഇതിന്റെ ക്ലച്ച്. അപ്പോൾ ഗിയർ ബോക്സിനകത്തോട്ട് നമുക്ക് നോക്കാം. ഈ ഗിയർ ബോക്സിനകത്തോട്ട് നോക്കുമ്പോൾ ഫുള്ളായിട്ട് ക്ലച്ചിന്റെ ആ ഫൈബർ പീസ് ആണ് ഈ വന്ന് കിടക്കുന്നത്. ഫുള്ളായിട്ട് ക്ലച്ച് തീർന്നു പോയി. അതായത് ആ റിവിറ്റൊക്കെ നമുക്ക് നോക്കിയാലേ മനസ്സിലാവും. ഇതിനകത്ത് ആ റിവിറ്റും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ റിലീസ് ബെയറിംഗ് നല്ല രീതിയിലുള്ള മൂളിച്ചുണ്ട്. അതുപോലെ തന്നെ ക്ലച്ചിന് നല്ല രീതിയിലുള്ള ടൈറ്റാണ്. അതായത് നമ്മൾ ക്ലച്ച് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇതൊക്കെയാണ് ഇതിന്റെ റിട്ടേൺ പോകുന്നത്. മീൻസ് ഈ പൊടിയും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് വന്ന് കിടക്കുകയാണ്. അപ്പൊ ഇങ്ങോട്ട് നോക്കിയാലേ മനസ്സിലാവും ഫുള്ളായിട്ട് ഇതിന്റെ അത്രയ്ക്ക് കസ്റ്റമർ വണ്ടി ഓടിച്ചു എന്നുള്ളതാണ്. അതായത് തീരെ വലിക്കാതെ കാലുകൊടുത്ത് ഫുള്ള് ക്ലച്ച് പോകുന്നിടം വരെ വണ്ടി ഓടിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇതിന്റെ ക്ലച്ചിന്റെ അവസ്ഥ നോക്കുമ്പോൾ ഇത് ആ പൈലറ്റ് ബെയറിംഗിന്റെ മുകളിൽ വരുന്ന ആ ഒരു സീലാണ് ഈ കിടക്കുന്നത്. ഫുള്ളായിട്ട് പോയിട്ട് ഇതിന് ഉള്ളിൽ കിടന്നാണ്. അപ്പോൾ ഈ ഭാഗത്തോട്ട് നോക്കുമ്പോൾ ക്ലച്ച് നമ്മൾ ഇത് ഫ്ലൈവീൽ സൈഡാണ് വരുന്നത്. അപ്പോൾ ഫ്ലൈവീൽ സൈഡിൽ ക്ലച്ച് റിവിറ്റ് ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇതിന്റെ ഈ സൈഡ്, അതായത് പ്രഷർ പ്ലേറ്റ് സൈഡ് നോക്കുമ്പോൾ ഫുള്ളായിട്ട് കമ്പി, അതായത് അതിന്റെ ആ പ്ലേറ്റ് മാത്രം വന്ന് ഈ പ്ലേറ്റിന്റെ, അതായത് ഇതേപോലെ വരുന്ന ഫൈബർ പീസ് ആണ് നമ്മൾ ഗിയർ ബോക്സിനകത്ത് ഇങ്ങനെ കിടക്കുന്നത് കണ്ടത്. അതായത് ആ ഭാഗം വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ റിവിറ്റ് ഉൾപ്പെടെ ഉള്ള വരുന്നത്. അതായത് ഫുള്ള് അത് കത്തിപ്പോയി, അതല്ലെങ്കിൽ പൊടിഞ്ഞു പോയി എന്നുള്ളതാണ് ഇതിന്റെ ഒരു അവസ്ഥ. അതുപോലെ തന്നെ ഈ പ്രഷർ പ്ലേറ്റ് ഫുള്ളായിട്ട് പാട് വീണിട്ടുണ്ട്. മീൻസ് ഈ ഫൈബർ ഭാഗങ്ങളെല്ലാം പോയിട്ട് ക്ലച്ചിന്റെ റിവിറ്റ്, അതായത് ഈ പ്ലേറ്റിന്റെ റിവിറ്റ് ആണ് ഈ ഉറഞ്ഞിട്ട് പോയേക്കുന്നത്. അതായത് ഈ ഒരു കംപ്ലൈന്റ് വന്നിട്ട് ഏകദേശം ഒരു 3 മാസമെങ്കിലും ആയി കാണണം ഈ ഒരു കംപ്ലൈന്റ് വന്നിട്ട്. അതായത് ക്ലച്ച് തീർന്ന് വണ്ടി വലിക്കാതെ ലാസ്റ്റ് വഴി കിടന്നപ്പോഴാണ് ഇത് എന്താണ് ക്ലച്ച് വണ്ടി വലിക്കാത്ത എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കസ്റ്റമർ പോയത്. അപ്പൊ എന്തായാലും ഫ്ലൈ വീലിന് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ചെറിയൊരു പിടുത്തം മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ, ചെറിയൊരു ഒരവ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇതേപോലെ ഈ സൈഡ് വന്നായിരുന്നെങ്കിൽ നമുക്ക് ഫ്ലൈ വീൽ അസംബിൾ ഉൾപ്പെടെ മാറേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളും ഉണ്ടായേനെ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ക്ലച്ച് പ്രഷർ പ്ലേറ്റ് മാറണം, ക്ലച്ച് ഡിസ്ക് മാറണം, അതുപോലെ തന്നെ ഇതിന്റെ റിലീസ് ബെയറിംഗും മാറണം. അതുപോലെ തന്നെ ഇത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കണം. ഇത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ പൊടി മാത്രം നമ്മൾ എയർ അടിച്ച് കളഞ്ഞിട്ട് അങ്ങനെ റിലീസ് ബെയറിംഗ് കയറ്റുകയാണെന്നുണ്ടെങ്കിൽ ക്ലച്ചിന്റെ ടൈറ്റ് മാറില്ല. കാരണം ഈ ഭാഗത്തൊക്കെ ഇതിന്റെ പൊടി കിടപ്പുണ്ട്. ഒരഞ്ഞ പാടും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫുള്ളായിട്ട് പൊടി കിടപ്പുണ്ട്. ആ പൊടിയിൽ ഞെരുങ്ങിയാണ് ഈ റിലീസ് ബെയറിംഗ് മുകളിലോട്ടും താഴോട്ടും വരുന്നത്. അങ്ങനെ വന്നാലേ ക്ലച്ചിന് ടൈറ്റ് വരും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോ കണ്ടതാണ് ഇതിന്റെ ക്ലച്ച് ഡിസ്കിന്റെ അവസ്ഥ. പൂർണ്ണമായിട്ടും ഇതിന്റെ ഫൈബറിന്റെ ഭാഗങ്ങൾ പൂർണ്ണമായിട്ടും പോയിട്ട് നേരെ പ്രഷർ പ്ലേറ്റിൽ ആ മെറ്റൽ ടു മെറ്റൽ ഒരഞ്ഞ് പിടിച്ചിട്ട് പ്രഷർ പ്ലേറ്റ് നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ക്ലച്ച് മാറുമ്പോൾ നമ്മൾ പ്രഷർ പ്ലേറ്റ് കൂടെ മാറും. പക്ഷേ ഇതേ അവസ്ഥ അതിന്റെ ഫ്ലൈവീൽ സൈഡിലാണ് വന്നതെന്നുണ്ടെങ്കിൽ ഫ്ലൈവീൽ ഉൾപ്പെടെ മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അത് നല്ലൊരു എമൗണ്ടും കാര്യങ്ങളൊക്കെ ആവുന്നതാണ് ആ ഫ്ലൈവീൽ ഉൾപ്പെടെ നമ്മൾ മാറുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ കയറ്റമൊക്കെ കയറുമ്പോൾ വണ്ടിക്ക് ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാല് കൊടുക്കുമ്പോൾ ഒരു എഞ്ചിന് ഒരു എരപ്പ് വരുന്നുണ്ട്, വണ്ടി മൂവ് ആവുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ അടുത്ത ഗിയറിലോട്ട്, അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡിലോട്ടൊക്കെ ഗിയർ ചേഞ്ച് ചെയ്യുന്ന നേരെ പോകുന്ന റോഡിലാണെങ്കിൽ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ആക്സിഡന്റ് കൊടുക്കുമ്പോൾ ചെറിയൊരു എരപ്പ് വരുന്നുണ്ടെങ്കിൽ അത് ക്ലച്ചിന്റെ കംപ്ലൈന്റ് കൊണ്ടാണ് ആ ഒരു എരപ്പ് വരുന്നത്. അതായത് ഫസ്റ്റ് ഇട്ടിട്ട് നമ്മൾ സെക്കൻഡ് ഒക്കെ ഇട്ട് തേർഡ് ഫോർത്തിലോട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് എവിടെയിട്ട് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ എഞ്ചിന് ഒരു റേസ് ആവുന്നുണ്ട്, പിന്നെ വണ്ടി മൂവ് ആവുന്നുണ്ടെങ്കിൽ അത് ക്ലച്ചിന്റെ ആ ഒരു സിംറ്റംസ് ആണ്, ക്ലച്ച് തീരാറായതിന്റെ ഒരു സിംറ്റംസ് ആണ്. അതുപോലെ തന്നെ കയറ്റം കയറുമ്പോൾ നമ്മൾ കാല് കൊടുക്കുന്ന സമയത്ത് ക്ലച്ച് ഫുള്ള് റിലീസ് ചെയ്തിട്ട് കാല് കൊടുക്കുന്ന സമയത്ത് വണ്ടി എഞ്ചിൻ റേസ് ആവുന്നുണ്ട്, പക്ഷെ വണ്ടി കയറാനുള്ള ആ ഒരു താമസം പിതുക്കെ കയറുന്നുള്ളെങ്കിൽ അതിനർത്ഥം ഈ ക്ലച്ച് പോയതാണ്. അതുപോലെ തന്നെ നമ്മൾ പെതുക്കെ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ മൂവ് ആവുന്നുണ്ടെങ്കിലും അതും ക്ലച്ചിന്റെ ഒരു സിംറ്റംസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ക്ലച്ച് പെഡല് മുകളിലോട്ട് വരും. അതായത് ക്ലച്ച് പെഡല് മുകളിലോട്ട് വരില്ല, ക്ലച്ചിന്റെ പ്രഷർ, ആ ക്ലച്ചിന്റെ ഓഫ് പോർഷൻ മുകളിലോട്ട്. അതായത് സാധാരണ കേസിൽ എന്ന് പറയുന്നത് ഹാഫ് ക്ലച്ചിലാണ്. അതായത് ഹാഫ് ക്ലച്ച് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ ഇത് ഫുൾ ക്ലച്ച് ആണെന്നുണ്ടെങ്കിൽ ഇത് പകുതിക്ക് വരുമ്പോഴത്തേക്ക് വണ്ടി മൂവ് ആവും. പക്ഷേ ക്ലച്ച് തീർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് നമ്മൾ
കുറച്ചുകൂടെ കാല് മുകളിലോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ വണ്ടി മൂവ് ആവുന്നുള്ളെങ്കിൽ അതും ക്ലച്ചിന്റെ ഒരു സിംറ്റംസ് ആണ്. ക്ലച്ച് തീരാറായതിന്റെ ഒരു സിംറ്റംസും കാര്യങ്ങളുമാണ് ഈ കാണിക്കുന്നത്. അതുപോലെ തന്നെ ക്ലച്ച് ഡിസ്ക് തീർന്നിട്ട് ക്ലച്ച് പെഡലിന് നമ്മൾ ഫുൾ പെഡൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഹാർഡായിട്ട് വരുന്നുണ്ടെങ്കിൽ, അതായത് ആദ്യം ഒരു ചെറിയ ഹാർഡ് വന്ന് ആ ഹാർഡ് ഇങ്ങനെ കൂടി വരികയാണെന്നുണ്ടെങ്കിൽ ക്ലച്ച് ഡിസ്ക് പൂർണ്ണമായിട്ടും ഏകദേശം തീരാറായിട്ട് ഇതിന്റെ പൊടിയും കാര്യങ്ങളും ആ റിലീസ് ബെയറിംഗിന്റെ ഇടയ്ക്ക് കയറിയിട്ട് ആ ഒരു റിലീസ് ബെയറിംഗ് മുകളിലോട്ടും താഴോട്ടും പോകുന്ന ആ ഒരു പാത്തിൽ കയറിയിട്ട് ഞെരുങ്ങുമ്പോഴാണ് ഈ ടൈറ്റ് മെയിൻ ആയിട്ട് വരുന്നത്. അതുപോലെ അതിന്റെ ആ ഫോർക്കിന്റെ സൈഡിലും ഇരിക്കുമ്പോഴാണ് ഈ ടൈറ്റ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പോൾ രാത്രിയിലൊക്കെയാണ് വർഷപ്പൊന്നും ഇല്ലാത്ത ഏരിയ, വേറെ കടകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഏരിയ ആണെന്നുണ്ടെങ്കിൽ വണ്ടി വഴി കിടക്കുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ചെറിയൊരു എഞ്ചിൻ റേസ്, അതുപോലെ തന്നെ ക്ലച്ച് നമ്മൾ കാലെടുക്കുമ്പോൾ ഉള്ള റേസിംഗ്, ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ ഉള്ള റേസിംഗ്, കയറ്റം കയറുമ്പോൾ ഉള്ള എഞ്ചിൻ റേസ് ആവുന്നുണ്ട്, പക്ഷെ വണ്ടി മൂവ് ആവാത്ത ഒരു അവസ്ഥ വരികയാണെങ്കിൽ അത് ക്ലച്ചിന്റെ കംപ്ലൈന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ആ ഒരു ക്ലച്ചിന് ഹാർഡ് വരുന്നുണ്ടെങ്കിലും ക്ലച്ച് കറക്റ്റായിട്ട് തന്നെ നോക്കുക. കിലോമീറ്റർ എത്രയായി, അല്ലെങ്കിൽ ക്ലച്ച് മാറാതായതാണോ എന്ന് കറക്റ്റായിട്ട് തന്നെ ചെക്ക് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ വഴി കിടക്കാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാമിലി ആയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ വണ്ടി രാത്രിയിലൊക്കെ ആണെങ്കിൽ വഴി കിടക്കുമ്പോൾ അത് ഒരു വല്ലാത്ത അവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ക്ലച്ചിന്റെ സിംറ്റംസ് ആണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ അത് മാറ്റി വിടുക. അപ്പോൾ മാരുതി വാഗണറിന്റെ പിക്കപ്പിന്റെ ആ ഒരു പ്രശ്നത്തെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയുടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.